angels, എൻ്റെ പേര് ഐശ്വര്യ and welcome to our channel Blush with Ash. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഒരു എൻഗേജ്മെന്റ് മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ്. ആൻഡ് ഇന്ന് നമ്മളുടെ 7 days ഓഫ് മേക്കപ്പ് ട്യൂട്ടോറിയൽസിന്റെ 3rd ഡേ ആണ്. ആൻഡ് ഈ സീരീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറഞ്ഞതിൽ ഒത്തിരി സന്തോഷം ആൻഡ് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത് ഒരു സജഷൻസിൽ വന്ന ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ്. അതായത് സെറ്റ് മുണ്ടിന്റെയും സെറ്റ് സാരിന്റെയും ഒക്കെ കൂടെ എൻഗേജ്മെന്റ് ഇടാൻ പറ്റിയ നല്ലൊരു ലുക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എനിക്ക് തന്നെ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ സെറ്റ് മുണ്ടല്ല, സെറ്റ് സാരിയാണ് കൊടുത്തേക്കുന്നത്. എൻ്റെ സെറ്റ് സാരി മാത്രമേ ഉള്ളൂ ഇവിടെ. ആൻഡ് ഈ മേക്കപ്പ് ട്യൂട്ടോറിയലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നല്ല ഒരു ക്ലാസി ആയിട്ടുള്ള ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ്. ബിക്കോസ് ഇത് സ്മോക്കി ഐസ് ആൻഡ് ന്യൂഡ് ലിപ്സ് ആണ് ഞാൻ ചെയ്തേക്കുന്നത്. ആൻഡ് സോഫ്റ്റ് സ്മോക്കി ഐസ് ആണ് കേട്ടോ. ഭയങ്കര പ്രോമിനന്റ് ആയിട്ടുള്ള സ്മോക്കി ഐസ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് സ്മോക്കി ഐസ് വിത്ത് ഗ്ലിറ്റർ ആണ്. ആൻഡ് നല്ലൊരു ന്യൂഡ് ലിപ്സ്റ്റിക് ആണ്. ഈ ലിപ്സ്റ്റിക്സിന്റെ ഒരു 2-3 ഓപ്ഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് ഇത് നല്ല ഭംഗിയുള്ള ഒരു പ്രത്യേക ഒരു ഡ്യൂയി ആയിട്ടുള്ള ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മേക്കപ്പ് ട്യൂട്ടോറിയൽ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ഒത്തിരി സംസാരിച്ച സമയങ്ങളിൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കണം. അതിന് മുന്നേ നമ്മളുടെ ബേസിക് അപ്ഡേറ്റ്സ് നോക്കാം. ഈ ബ്ലൗസ് വന്നിട്ട് ഞാൻ കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. എൻ്റെ കയ്യിൽ കുറേ ബ്ലൗസസ് ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനെ റിപ്പീറ്റ് ചെയ്യുന്നത്. ആൻഡ് സെറ്റ് സാരി ഇതൊരു സെറ്റ് സാരിയാണ്, സെറ്റ് മുണ്ടല്ല കേട്ടോ. എൻ്റെ സെറ്റ് മുണ്ടൊന്നുമില്ല. ആൻഡ് ഈ മാല വന്നിട്ട് ഞാൻ ചിക്പേട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു മാല. ആൻഡ് ഇതിന്റെ കമ്മലല്ല, ഇത് വേറെ കമ്മലാണ്. ഇത് ഗുഡ്വില്ലിൽ നിന്ന് എൻ്റെ കല്യാണത്തിന്റെ സമയത്ത് ഞാൻ വാങ്ങിച്ച ഒരു കമ്മലാണിത്. ആൻഡ് വള, കുപ്പിവള ആൻഡ് സാധാരണ വളകൾ, ഇതൊക്കെ ചെന്നൈയിൽ നിന്ന് വാങ്ങിച്ച വളകളും കാര്യങ്ങളൊക്കെയാണ്. വളകൾ എന്ന് വെച്ചാൽ ഈ മെയിൻ വള കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബാക്കി മേക്കപ്പിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എന്തായാലും വീഡിയോയിൽ തന്നെ ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഒത്തിരി സംസാരിച്ച സമയങ്ങളാണ്. ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. എൻ്റെ ഫേസ് ഓൾറെഡി ക്ലെൻസ് ആൻഡ് മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പ്രൈമറായിട്ട് കളർ ബാറിൻ്റെ പ്രൈമറാണ് ഇടുന്നത്. വളരെ അഫോർഡബിളും വളരെ നല്ലൊരു പ്രൈമറാണ്. അത് ഞാൻ എൻ്റെ ഫേസിലും ലൈക്ക് എൻ്റെ ടീ സോൺസിലും മെയിനായിട്ട്, പിന്നെ എൻ്റെ ഫേസിൽ ബാക്കിയുള്ളത് അങ്ങ് സ്പ്രെഡ് ചെയ്യുകയാണ്. ഞാൻ ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യുന്നത് ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ സ്റ്റിക്ക് ഫൗണ്ടേഷൻ ആണ്. ഇത് ഞാൻ ഫസ്റ്റ് ഞാൻ ഡ്യൂയി മേക്കപ്പ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. സോ ഞാൻ ഫസ്റ്റ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത് സ്റ്റിക്ക് വെച്ചിട്ട് നന്നായിട്ട് ഫേസിലൊന്ന് ഇങ്ങനെ ചെയ്തു. എന്നിട്ട് നമ്മുടെ സ്റ്റേക്ക് വർക്കിൻ്റെ ഇലൂമിനേറ്റർ ഒരു 1/4 പമ്പ് മതി. നല്ല ഇലൂമിനേറ്റർ ആണ്. അപ്പോൾ അതൊരു 1/4 പമ്പ് എടുത്തിട്ട് ഇതിന്റെ മുകളിൽ കൂടെ തന്നെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടാണ് ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിക്ക് ഫൗണ്ടേഷന്റെ കൂടെയും ഇലൂമിനേറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്താൽ മതി, ലിക്വിഡ് ഫൗണ്ടേഷന്റെ കൂടെ മാത്രമല്ല. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് ഞാൻ സ്റ്റിക്ക് ഫൗണ്ടേഷന്റെ കൂടെ ഇലൂമിനേറ്റർ ഇട്ട് നോക്കിയത്. ആൻഡ് നന്നായിട്ട് വർക്ക് ചെയ്തു കേട്ടോ. നമ്മൾ ലിക്വിഡ് ഫൗണ്ടേഷൻ ആവണ പോലെ തന്നെ സ്റ്റിക്ക് ഫൗണ്ടേഷന്റെ മേലെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് ഓൾറെഡി കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നന്നായിട്ട് സ്കിൻ ഇലൂമിനേറ്റ് ചെയ്യുന്ന നല്ലൊരു ഡ്യൂയി ലുക്ക് ഓൾറെഡി വന്നു. നല്ലൊരു ഫുൾ കവറേജ് ഫൗണ്ടേഷൻ ആണ്. അമേസിങ് ഫൗണ്ടേഷൻ ആണ്. ഒരു സ്പെഷ്യൽ ഒക്കേഷന് പറ്റിയ ഫൗണ്ടേഷൻ ആണ്. അതിനുശേഷം ഞാൻ എൻ്റെ ഫേസിൽ ഞാൻ എൻ്റെ കൺസീലർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ കൺസീലറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതെൻ്റെ കൺസീലറിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ലൈക്ക് കണ്ണിൻ്റെ ചുറ്റും, 2 കണ്ണിൻ്റെ ചുറ്റും, പിന്നെ നമ്മളുടെ ബ്രിഡ്ജ് ഓഫ് ദ നോസിലും ഫോർഹെഡിലും അതൊക്കെ ഹൈലൈറ്റിങ് ഏരിയ ആണ്. പിന്നെ നമ്മളുടെ ക്യൂപ്പിഡ്സ് ബോയിലും നമ്മുടെ ചിന്നിലും പിന്നെ കോണ്ടോർ ചെയ്യണതിൻ്റെ താഴെയും ഒക്കെ ഞാൻ ഈ കൺസീലർ വെച്ചിട്ട് ഒന്ന് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പാടുകൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അതിൻ്റെ മേലെ കൂടി ഇങ്ങനെ ചെറുതായിട്ട് സ്പോട്ടായിട്ട് തൊട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഡാബ് ചെയ്യാം. എൻ്റെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ കൺസീലർ ബ്ലെൻഡ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഇതൊരു ഡ്യൂയി മേക്കപ്പ് ആയതുകൊണ്ട് ഞാൻ കോമ്പാക്ട് യൂസ് ചെയ്യുന്നില്ല. ഞാൻ ഷുഗറിൻ്റെ ട്രാൻസ്ലൂസൻറ്റ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ഞാൻ എൻ്റെ കൺസീൽ ചെയ്ത സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് ബേക്ക് ചെയ്യാണ്. ഇതൊരു ലൈക്ക് ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് നമ്മളുടെ കൺസീൽ ചെയ്തതൊന്നും ക്രീസ് ചെയ്യാൻ പാടില്ല. നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണം. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ബേക്കിംഗ് ചെയ്യണത്. ബേക്ക് ചെയ്യുന്ന സമയത്തിന് ഞാൻ എൻ്റെ ഐബ്രോസ് നന്നായിട്ട് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. അതിന് ഞാൻ മ്യൂസിക് ഫ്ലവർ ജെല്ലിൻ്റെ ഐബ്രോ ജെൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ മേക്കപ്പ് നിങ്ങൾ തന്നെ ചെയ്യുകയാണെങ്കിൽ ഐബ്രോ ജെൽ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നല്ല ഡിഫൈൻഡ് ആയിട്ട് നല്ല നീറ്റ് ലുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിനാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ എൻ്റെ ജെല്ല് വെച്ച് വരച്ചതിന് ശേഷം അതിൻ്റെ പൗഡർ സൈഡ് വെച്ചിട്ട് ഫില്ലിങ് ചെയ്തിട്ട് സ്പൂളി വെച്ച് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യാണ്.
ഞാൻ യൂസ് ചെയ്യുന്നത് പലാഡിയോന്റെ ഒരു ക്രയോൺ ആണ്. അത് നല്ല ഒരു ക്രയോൺ ആണ് കേട്ടോ. ഇത് നമുക്ക് ഐഷാഡോ ആയിട്ടും ലൈനർ ആയിട്ടും യൂസ് ചെയ്യാം. സോ ഇതിന്റെ ബേസ്, ഈ സ്മോക്കി ഐന്റെ ബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് ഈ പലാഡിയോന്റെ ലൈനർ വെച്ചിട്ട് എൻ്റെ കണ്ണിന്റെ മേലെ നന്നായിട്ട് ഒന്ന് വരയ്ക്കുകയാണ്. അതിനുശേഷം ഞാനൊരു പെൻസിൽ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാണ്. പെട്ടെന്ന് വർക്ക് ചെയ്യണം. ഇത് പലാഡിയോന്റെ പെൻസിൽ ഭയങ്കര ഹെവിലി പിഗ്മെന്റഡ് അല്ല, ബട്ട് പെട്ടെന്ന് സെറ്റിൽ ആവുന്നുണ്ട്. സോ നമ്മളത് പെട്ടെന്ന് വേണം വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പൊ അതിന്റെ കുറച്ച് പിഗ്മെന്റേഷൻ കുറവായതുപോലെ തോന്നിയത് കൊണ്ട് ഞാൻ ഒന്നും കൂടി ബിൽഡ് ചെയ്യണം. സെയിം ക്രയോൺ വെച്ചിട്ട് വരച്ചിട്ട് നമ്മുടെ പെൻസിൽ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാണ് കേട്ടോ. നല്ലതാണ്, നല്ല പെൻസിലാണ്, പക്ഷെ ഒത്തിരി പിഗ്മെന്റഡ് അല്ല, പക്ഷെ ലാസ്റ്റിംഗ് ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. നല്ല സ്മോക്ക് ഔട്ട് ഒരു എഫക്റ്റ് കൊണ്ടുവരണം. ഞാൻ എൻ്റെ ഇവിടെ യൂസ് ചെയ്യുന്നത് കളർ പോപ്പിന്റെ യെസ് പ്ലീസ് പാലറ്റിന്റെ ഈ ഒരു കളറാണ്. ഇത് തന്നെ നമുക്ക് വെറ്റ് ആൻഡ് വൈൽഡിലും വേറെ പല ഐ ഷാഡോ പാലറ്റ്സിലുണ്ട് ഡാർക്ക് ബ്രൗൺ കളർ. അത് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷ് ഞാനത് മിനിസോന്ന് വാങ്ങിച്ച ഒരു ഐ ഷാഡോ ബ്ലെൻഡിങ് ബ്രഷാണ്. നല്ല ബ്രഷാണ്, നല്ല കംഫർട്ടബിൾ ആണ് യൂസ് ചെയ്യാൻ വേണ്ടി. സോ അത് വെച്ച് ഞാൻ ചെറുതായിട്ട് മാത്രമേ ഒന്ന് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ളൂ, ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ട് ഞാൻ ആക്കണില്ല. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് മേക്കപ്പ് റെവല്യൂഷന്റെ അൾട്രാ 32 കളേഴ്സ് ഐ ഷാഡോ പാലറ്റ് ആണ്. ഇത് ഐസ് ലൈക്ക് ഏഞ്ചൽസ് എന്ന് പറഞ്ഞൊരു പാലറ്റ്. ആ ഒരു പെർട്ടിക്കുലർ ഗ്ലിറ്ററി ആണോ ഷിമ്മറി ആണോ അങ്ങനെ പറയുന്നത്, ഷിമ്മറി ബ്ലാക്ക് കളർ എടുക്കുകയാണ്. ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ആ കളർ. ഞാൻ എൻ്റെ ഐലിഡ്സിൽ മൊത്തം ഞാൻ അപ്ലൈ ചെയ്യണം. ക്രീസിന്റെ മേലേക്ക് ഞാൻ പോണില്ല, ഐലിഡ്സിൽ അവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. അതുകൊണ്ട് നമ്മുടെ മുകളിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന നമ്മുടെ പൗഡറൊക്കെ നമ്മൾ ഡസ്റ്റ് ഓഫ് ചെയ്ത് മാറ്റാണ്. സോ ഞാൻ എൻ്റെ ഐ ഷാഡോ ഒന്ന് ഷാർപ്പൺ ചെയ്യാൻ വേണ്ടി കൺസീലർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഡോട്ട് ചെയ്തിട്ട് ഒരു കുഞ്ഞി ബ്രഷ് വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ അത് കണ്ടോ, നല്ല നമ്മുടെ സെലോ ടേപ്പ് പൊട്ടിച്ച മാതിരത്തെ ഒരു എഫക്റ്റ് കിട്ടും. ഞാൻ എൻ്റെ കട്ട് ക്രീസ് ട്യൂട്ടോറിയലിൻ്റെ അകത്ത് ഞാൻ ഇത് തന്നെയാണ് കാണിച്ചത്. ഞാൻ ഇനി കണ്ണ് എഴുതാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസിന്റെ മാഗ്നറ്റൈസ് കാജലാണ്. ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് കാജൽസ് ആണ്. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല പിഗ്മെന്റഡ് ആണ് കേട്ടോ. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ വാട്ടർ ലൈൻ എഴുതുന്നത്. എന്നിട്ട് ആ സെയിം യെസ് പ്ലീസ് പാലറ്റ് എന്നുള്ള ആ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ഉണ്ടല്ലോ, അത് വെച്ച് ഞാൻ എൻ്റെ ലോവർ ലാഷ് ലൈൻ നന്നായിട്ട് ഞാൻ സ്മോക്ക് ഔട്ട് ചെയ്യാണ്. സ്മോക്കി ലുക്ക് ആയതുകൊണ്ട് നമുക്ക് താഴത്തും ആ സെയിം എഫക്റ്റ് തന്നെ കൊണ്ടുവരണമല്ലോ. അപ്പൊ നന്നായിട്ട് ഞാൻ സ്മോക്ക് ഔട്ട് ചെയ്യാണ്. നല്ല ഭംഗിയായിട്ട് സ്മോക്ക് ഔട്ട് ചെയ്യണം. സ്മോക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്നും കൂടി ബ്ലെൻഡ് ആയത് മാതിരി, അതായത് ഇങ്ങനെ ഷാർപ്പായിട്ട് ഇരിക്കാണ്ടിരിക്കാൻ വേണ്ടി ഒന്ന് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ഒന്നും കൂടി ഒരു ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ആ സ്മോക്കിംഗ് എഫക്റ്റ് ഞാൻ കൊണ്ടുവന്നു. അതിനുശേഷം എനിക്ക് കുറച്ചും കൂടി ഡാർക്ക്നെസ് വേണമെന്ന് തോന്നി ഈ വാട്ടർ ലൈൻ എഴുതിയത്. അപ്പോൾ ആ സെയിം മാഗ്നറ്റൈസ് കാജൽ വെച്ചിട്ട് ഞാൻ ഒന്നും കൂടി എഴുതാണ് വാട്ടർ ലൈൻ. നമ്മുടെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മസ്കാര ഇടണം. ആൻഡ് ഞാൻ ഐ ലാഷ് കളർ വെച്ച് ഫസ്റ്റ് ഒന്ന് കേൾ ചെയ്തിട്ട് മോഡ കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ വാട്ടർ പ്രൂഫ് മസ്കാരയാണ് ഇടുന്നത്. ഹാൻഡ്സ് ഡൗൺ അടിപൊളി മസ്കാര. ഞാൻ എന്തുകൊണ്ട് ഇത്രയും നാൾ ഇത് വാങ്ങിച്ചില്ല എന്ന് ഞാൻ ഓർക്കാണ്. അത്രയ്ക്ക് നല്ല മസ്കാര, പക്ഷെ ഇത് വാഷ് ചെയ്ത് കളയാൻ കുറച്ച് ബുദ്ധിമുട്ട്. പക്ഷെ നമ്മളുടെ ഒരു ലാഷസ് വെച്ചൊരു എഫക്റ്റ് ആണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ലാഷസ് വെക്കണമെങ്കിൽ വെക്കാം, ഞാനിപ്പോൾ ലാഷസ് വെക്കുന്നില്ല. അടിപൊളി മസ്കാര ഉണ്ട്, 2 കോട്ട് ഇട്ടാൽ മാത്രം മതി. നല്ല നമ്മൾ ഫോൾസീസ് വെച്ചതിന്റെ എക്സാക്ട് എഫക്റ്റ് ആണ്. കണ്ട, നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ഐലാഷസിന് കുറച്ചും കൂടി ലെങ്ത് കിട്ടുന്ന മാതിരി എനിക്ക് തോന്നുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ എൻ്റെ ഫേസ് ഞാൻ കോൺടോർ ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് ഞാൻ സ്റ്റേക്ക് വർക്കിൻ്റെ കോൺടോർ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്, ഫൗണ്ടേഷൻ ആൻഡ് കോൺടോർ സ്റ്റിക്ക്. അത് വെച്ചിട്ട് ഞാൻ എൻ്റെ ചീക്ക് ബോൺസും എൻ്റെ ജോ ലൈൻസും എൻ്റെ നോസും എൻ്റെ ഫോർഹെഡും ഒക്കെ നന്നായിട്ട് ഞാൻ കോൺടോർ ചെയ്യാണ്. എന്നിട്ട് ഞാൻ അതൊരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാണ്. നന്നായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യാം. ഞാൻ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ബ്ലെൻഡിങ് ചെയ്യണേ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ, അങ്ങനെ പാടുകളൊന്നും മാർക്സ് ഒന്നും നിൽക്കരുത്. നന്നായിട്ട് എല്ലായിടത്തും ബ്ലെൻഡ് ചെയ്യാം. ഞാൻ നോസ് മാത്രം ഞാൻ കൈവച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്യണത്. കുറച്ചും കൂടി ഒരു നീറ്റ് ആൻഡ് നമുക്കൊരു കൺട്രോൾ കിട്ടും. നോസൊക്കെ നമുക്ക് കൈവച്ച് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവുകയും ചെയ്യും എന്തോരം വേണമെന്ന്. അപ്പം നമ്മൾ നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് ഹാർഷ് ലൈൻസ് ഒന്നും ഇല്ലാത്ത മാതിരി നന്നായിട്ട് നമ്മളുടെ നോസ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. ഇനി ഞാൻ നെക്സ്റ്റ് ബ്ലഷ് ഇടാൻ വേണ്ടി പോവാണ്. ഇത് നൈക്കൻ്റെ സോ ഗെറ്റ് ചീക്കി എന്ന് പറഞ്ഞിട്ടൊരു ബ്ലഷാണ്, ബ്ലഷ് ഡുവോ ആണ്. അതിനകത്ത് ആ ഒരു പെർട്ടിക്കുലർ ന്യൂഡി കളറാണ് ഞാൻ എടുക്കുന്നത്. ബിക്കോസ് ഇത് സ്മോക്കി ഐസ് ആൻഡ് ന്യൂഡ് ലിപ്സ് ആയതുകൊണ്ട് ഞാൻ കളേഴ്സ് ഒന്നും എൻ്റെ ചീക്സിലേക്ക് കൊണ്ടുവരുന്നില്ല. അതാണ് ആ ഒരു കളർ തന്നെയാണ് എടുത്തത്. അപ്പോൾ അത് നന്നായിട്ട് ഇടുക. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു പർട്ടിക്കുലർ ബ്ലഷർ. ഓക്കെ, ഇനി ഇതൊരു സ്പെഷ്യൽ ഒക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ഹൈലൈറ്റർ ഇടാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഓൾറെഡി ഒരു ഇലുമിനേറ്റിംഗ് ബേസ് കൊടുത്തിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ നമുക്ക് ഹൈലൈറ്റർ
ഹൈലൈറ്റർ ഇടണം. സോ ഹൈലൈറ്ററിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നതും നൈക്കൻ്റെ തന്നെ ഹൈലൈറ്റർ ആണ്. നല്ല ഹൈലൈറ്റർ ആണ് കേട്ടോ, ഒരു പ്രത്യേക ഭംഗിയുണ്ട്. നമ്മുടെ ഷുഗർ കോസ്മെറ്റിക്സിന്റെ ഹൈലൈറ്റർ പോലെ തന്നെ അത്രയും ഒരു പ്രത്യേക ഒരു ഗ്ലോ ആണ് ഈ ഒരു നൈക്കയുടെ ഹൈലൈറ്ററും ഇട്ട് കഴിയുമ്പോൾ. നല്ല അത് നമ്മളുടെ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഹൈലൈറ്റ് ചെയ്യുന്ന പ്ലേസിലും പിന്നെ ഞാൻ ഈ ബ്രോ ബോണിലും ഒക്കെ ഞാനത് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു പെർട്ടിക്കുലർ ഹൈലൈറ്റർ. അപ്പോൾ അത് വെച്ച് നന്നായിട്ട് നമ്മൾ ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇടുന്നതുകൊണ്ട് യാതൊരുവിധ തെറ്റും ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനുശേഷം ഞാൻ എൻ്റെ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഫേസ് ഒന്ന് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് ഞാൻ ഫേസസിൻ്റെ അൾട്രൈം പ്രോൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. അത് ഫേസ് നന്നായിട്ടൊന്ന് മിസ്റ്റ് ചെയ്തതിന് ശേഷം ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡാബിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ഡ്യൂയി ഫിനിഷ് തിരിച്ച് കിട്ടും. അതായത് ഇപ്പോൾ നമ്മൾ പൗഡറിൻ്റെ ബ്ലഷൊക്കെ ഇട്ടാണ്, അപ്പോൾ അത് തിരിച്ച് കിട്ടാൻ വേണ്ടിയാണ് നമ്മളൊന്ന് സെറ്റിൽ ചെയ്യിക്കുന്നത്. ഓക്കെ, ഞാൻ ലിപ്സ്റ്റിക്കിനായിട്ട് യൂസ് ചെയ്യുന്നത് കളർ പോപ്പിൻ്റെ ടേക്ക് എ പിക്സി എന്നുള്ള ഷെയ്ഡാണ്. ഇത് കളർ പോപ്പിൻ്റെ ആയതുകൊണ്ട് എല്ലാവർക്കും അവൈലബിൾ ആണെന്നില്ല. പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ വേറെ ഓപ്ഷൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഇനി നമ്മളെ ലുക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സാരിയൊക്കെ കൊടുത്ത് നമ്മൾ പൊട്ടൊക്കെ തൊട്ടിട്ട് ഓടി വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫിനിഷ്ഡ് ലുക്ക്. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ സ്മോക്കി ഐസും ന്യൂഡ് ലിപ്സും സെറ്റ് സാരീൻ്റെ കൂടെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷേ എനിക്കിത് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായോ ഇല്ലെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് പറയാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ മേക്കപ്പ് ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ഗിവ് ദിസ് വീഡിയോ എ ബിഗ് തംസ് അപ്പ്. ആൻഡ് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴത്ത് കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് തൊട്ടപ്പുറത്തുള്ള ഒരു ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ എപ്പോഴും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. പിന്നെ ഈ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ല എന്നൊക്കെ ഉള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് പറയാം. അപ്പോൾ സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.